ജീവിച്ചോണ്ടിരിക്കും അങ്ങനെ തങ്കട. വിളിക്കണ്ട, ഞാൻ കണ്ടു. ആരിത് കുട്ടനാ? ഞാൻ കുട്ടനായിരിക്കും 3 പ്രാവശ്യം വീട്ടിൽ വന്നിരുന്നു. മാഷ് പറഞ്ഞില്ലേ? ഇല്ല. ഇതാണ് ഈ മാഷ ഒരു കുഴപ്പം. ഇങ്ങനെയുണ്ട് ഒരു മറവി. ഞാൻ കുട്ടന്റെ കയ്യിൽ നിന്ന് 50 രൂപ വാങ്ങിച്ചു എന്നുള്ളത് സത്യമാണോ? അപ്പൊ ഞാൻ കുട്ടനെ അന്വേഷിച്ച് വന്നു എന്നുള്ളതും സത്യ. മാഷ കയ്യിൽ കൊടുത്താലോ എന്ന് ഞാൻ ആലോചിച്ച. പിന്നീട് എനിക്ക് തോന്നി കുട്ടന്റെ കയ്യിൽ തന്നെ തരുന്നതല്ലേ അതിന്റെ ശരിയെന്ന്. എന്നെങ്കിൽ തന്നേരെ. പറയട്ടെ, വരണ വഴിക്ക് അമ്പലത്തിലൊന്ന് കേറി. ഉത്സവം കഴിഞ്ഞിട്ട് ഇതുവരെ ഒന്നും അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ. കോപിക്കില്ലേ എന്റെ ദേവി. തിരക്ക് കാരണം വരാൻ പറ്റാച്ചെന്ന് പറഞ്ഞു മനസ്സൊരുക്കി തൊഴുതു നിൽക്കുമ്പോ പെട്ടെന്നൊരു ഉൾവിളിയാ. അപ്പൊ കൂട്ടാ, നീ ഒരു നേർച്ച മുടങ്ങിയിട്ടുണ്ട്. ഓർത്തപ്പോ ശരിയാ, കുട്ടന്റെ മീനാക്ഷിയുടെയും കാര്യം ശരിയാൻ വേണ്ടി ഞാനൊരു പുഷ്പാഞ്ജലി നടന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ ഒട്ടും മടിച്ചില്ല. ഒന്നിന് പകരം 2 രക്തപുഷ്പാഞ്ജലി അങ്ങോട്ട് കഴിച്ചു. സത്യമുള്ള ദേവിയാണേ, ഫലം ഉണ്ടാവും. ഫലം ഉണ്ടായി. ഉത്സവത്തിന് വാങ്ങിക്കൊടുത്ത കരിവിളയല്ലേ മീനാക്ഷി ഇട്ടു. ഓ, അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഗണപതി ഹോമത്തിനും കൂടി നേർന്നുണ്ട്. കാശുണ്ടെങ്കിൽ നമുക്ക് ഇപ്പനായിട്ട് നടത്താം. ഇപ്പഴില്ല, വേണ്ട, കാശുള്ളപ്പോ മതി. അല്ല എന്താ സഞ്ചിയില് പഴാ വീട്ടിലേക്ക്. എന്റെ അമ്മ എപ്പോഴും പറയും, എന്റെ മോനെ അപ്പുകുട്ടിന് പഴന്ന് വെച്ച് ജീവനാന്ന്. ഉവ്വോ, എന്റെ മോന് എന്താ ജീവനല്ലാത്ത? ഇവരുമായിട്ടാണോ എന്റെ കൂട്ടുകെട്ട്? എല്ലാ പോക്കിരിത്തരം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണല്ലേ? നാരായണേട്ട, വാക്കുകളിലല്ല വരികളിലാണ് കാര്യം. സംസർഗ ഗുണ ദോഷ കഷണ്ടി. അയാളിപ്പോ എന്താ പറഞ്ഞേ? നീ നാളത്തെ ഒരു അപ്പുകുട്ടനാവുന്നാ പറഞ്ഞേ. ഇനി എന്തിനാ തിന്നണേ? എന്താ ഇങ്ങനെ? ചെളിയുടെ ഓരോ കാര്യങ്ങളെ. അയ്യോ അയ്യോ, എന്താ ഇങ്ങനെ? പോടാ പട്ടി. എത്തില്ലോ. ഇരിക്ക. പണിക്കൊക്കെ മനസ്സിലായോ? പിന്നെ ശേഖരൻകുട്ടി എനിക്കറിയില്ലേ. മാഷെന്തിന് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞേ? ഞാനതങ്ങ് ഉറപ്പിച്ചു. ഇനിയും നീട്ടിയാ ശരിയാവില്ല. എന്താ തന്റെ അഭിപ്രായം? മാഷ് കാര്യം എന്താന്ന് പറഞ്ഞില്ല. രാധയുടെ കല്യാണക്കാര്യം തന്നെ ഞാനതങ്ങ് ഉറപ്പിച്ചു. പേടിക്കണ്ടോ, താൻ തന്നെയാ വരൻ. അല്ല, അതിപ്പോ എന്താ തനിക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം. അതിന്റെ അല്ല. പിന്നെ അവനൊരു ബുദ്ധിമുട്ടും ഇല്ല. ഇനി മാഷായിട്ട് പറഞ്ഞൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാതിരുന്നാ മതി. ഇത്ര പെട്ടെന്നൊന്നും വേണ്ടോ. മുഹൂർത്തമൊക്കെ നോക്കി ഈ നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടി എന്നിട്ട് മതി. എന്താ പണിക്കരെ? പിന്നെ എന്താണ് നിന്റെ അഭിപ്രായം? ഞാൻ ചായ എടുക്കാം. അതാണ് അവളുടെ അഭിപ്രായം. തന്റെയോ? ഞാൻ ഇനി എന്ത് പറയാനാ, എല്ലാം മാഷ് തീരുമാനിച്ചില്ലേ. ഒരു മോഹമുണ്ട് മനസ്സില്. ഇത്തിരി അതിമോഹമാണോന്ന് സംശയമുണ്ട്. മാഷ് പറ, എന്നോടല്ലേ. രാധ ഇവിടുന്ന് അങ്ങോട്ട് വരുമ്പോ ആ കുടുംബത്തിൽ നിന്ന് ഒരാളെ ഞങ്ങക്ക് തരുവോ? മീനാക്ഷി, എന്റെ കുട്ടന് ഇത്തിരി പിടിപ്പും പ്രാപ്തിയും ഒക്കെ കുറവാണെന്നുള്ളത് എനിക്കറിയാം. നിനക്കെന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ചാ മതി. കുട്ടനെ പറ്റി എനിക്ക് എന്ത് എതിരഭിപ്രായം? അതിന്റെ അല്ല, ഇത്ര നേരത്തെ കുട്ടിയല്ലേ അവള്. അത് നിനക്ക്, ബാക്കിയുള്ളവർക്ക് അവള് വലിയ പെണ്ണ് തന്നെയാ. അന്യ സ്ഥലത്തേക്കൊന്നും അല്ലല്ലോ, ഇങ്ങോട്ടല്ലേ അവള് വരണത്. ഈ കുടുംബത്തിലേക്ക് അവള് വരിക എന്ന് പറഞ്ഞ അത്രയ്ക്ക് പുണ്യം ചെയ്തിട്ടുണ്ടോ എന്റെ മീനാക്ഷി? ഇനി താൻ ആ കട്ടയം പടം നിർത്തിയേ. കള്ളൻ ഇവിടെ ഒന്ന് ഒളിച്ചു നിൽക്ക. സന്തോഷായോ?
കൊണ്ടുവരും. നീ ഇത് ഏത് ലോകത്താടി? ഇപ്പൊ ഇത് മുഴുവൻ തീർന്നേനല്ല. നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? സുഖമില്ലേ? ഒന്നുമില്ല. പുഴുക്കായി. നീ അതങ്ങ് കോരാൻ നോക്കിയേ. ഞാനിത് ചിക്കിട്ടങ്ങ് വരാം. ഈ പെണ്ണിന്റെ ഒരു കാര്യം. മോളെ, ചതിച്ചോ നീ? ആരാ? അമ്മയോട് പറയ. ആരാ? മോള് പറയ. അമ്മയല്ലേ ചോദിക്കുന്നത്? താരോകൂട്ടത്തിനൊപ്പം വന്ന ഈശ്വര, ചേരക്കുട്ടി അറിഞ്ഞ നിന്നെ കൊന്നുകളയല്ലോടി. കഴിവേരുടെ മോളെ, ഇതിനാണ് ഇത്രയും കാലം നിന്നെ എന്തിന്റെ കുറവായിരുന്നു നിനക്കവിടെ? കൺമഷി ചാന്തുവാണ് അമ്മയുടെ പുതിയ ഇതിന്റെ ശവത്തിൽ എടുപ്പിക്കാണ് ഞാൻ. ഇങ്ങോട്ട് മിണ്ടരുത്, കൊന്നാണ് ഞാൻ. അവിടെ അമ്മ ഇങ്ങനെ പെറ്റിട്ടില്ലേ പറയും. ഒന്നാണ് ഞാൻ കിളന്നാളും പുറത്തിറങ്ങിയ കൊന്നാളെ ഞാൻ ഒന്ന് കുഴിച്ചു വിടും. എന്തിനാ അവൾ അടിച്ചേ? എനിക്കറിയണം. എന്തിനാ അവൾ അടിച്ചേ? കൈയെടുക്കണം. എന്തിനാ അവൾ അടിച്ചെന്ന്? ശേരൻകുട്ടി, ശേരൻകുട്ടി, എവിടെയൊക്കെ അന്വേഷിച്ച് നടന്നു എന്റെ ശേരൻകുട്ടിയെ. നീ മോന്തിക്ക് ഇവിടെ വന്നിരിക്കുമെന്ന് ആരെങ്കിലും കരുതിയോ? കുട്ടൻ വീട്ടിൽ വന്ന് ഒരേ കരച്ചില്. നീ അവനെ വഴക്ക് പറഞ്ഞു എന്നോ അടിച്ചു എന്നോ എന്തൊക്കെയോ പറയണ കേട്ടു. എന്താണോ കാര്യം? അവൻ പറഞ്ഞില്ലേ? അവൻ പറഞ്ഞത് മുഴുവൻ വിശ്വസിക്കാനാണെങ്കിൽ പിന്നെ ഞാനിപ്പോ ഇങ്ങോട്ട് പറഞ്ഞോ? ഞാൻ അവനോട് പറഞ്ഞു, നീ അങ്ങനെ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും തക്കതായ കാരണം ഉണ്ടാവുന്നു. വഴക്ക് പറഞ്ഞതിലല്ല, അടിച്ചതിലാ അവൻ ഏറ്റവും വലിയ വിഷമം. ഇത്രയും പ്രായമായ ഒരു ചെക്കന്റെ കരണക്കുറ്റിക്കൊക്കെ അടിക്കാന്ന് വെച്ചാ, ഏതായാലും നീ അവനെ കണ്ടൊന്ന് ആശ്വസിപ്പിക്കണം. സാരമില്ലടാ പോട്ടേന്ന് നീ ഒന്ന് പറഞ്ഞാ അത് തീരും എല്ലാം. ഒന്നുമില്ലേലും അവൻ നിന്റെ പെങ്ങളെ കെട്ടാൻ പോണനല്ലേ? അതിന് നടക്കുമെന്ന് തോന്നില്ല. എന്ന് വെച്ചാ? അങ്ങനെ ഒരു ബന്ധത്തെ പറ്റി മാഷിനി ആലോചിക്കണ്ട. എനിക്ക് മനസ്സിലാവണില്ല. മാഷ് പോ. നീ കാര്യം എന്താന്ന് പറ. മാഷൊന്ന് പോണോ? എനിക്കിത്തിരി സ്വൈര്യം വേണം. ശേഖരൻകുട്ടി, അതെ, ശേഖരൻകുട്ടി തന്നെയാ. എന്നെ ഒന്ന് വെറുതെ വിട്. ഇവിടെ നിന്ന് പോയിത്തോ.
നീ ഇത് പറയണം. എന്നോട് നീ ഇങ്ങനെ തന്നെ പറയണം. ഞാൻ പോവാ. നീ ഇത്രയും വലിയ ആളായത് ഞാൻ അറിഞ്ഞില്ല ശേഖരൻകുട്ടി. ഇത്രയും വളർന്നൊന്നും ഞാൻ അറിഞ്ഞില്ല. നന്നായി വരും, നീ നന്നായി വരും. കണ്ടോ? എന്തു പറഞ്ഞു?